പരമകാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു തുടങ്ങുന്ന യോഗത്തിൽ കള്ളൻ വിളിയും ഇറങ്ങിപ്പോക്കും. ചേരിപ്പോരിന്റെ കൂത്തരങ്ങായി മാറുകയാണോ സുന്നി പണ്ഡിത സഭയായ സമസ്ത? സമസ്തയിലെ ചേരിപ്പോര് പുതിയ തലത്തിലേക്ക് കടക്കുകയാണ്. റഹീസെ, 10 ദിവസത്തിനകം പ്രത്യേക മുഷാവറ ചേർന്ന് എല്ലാ പ്രശ്നങ്ങളും തീർക്കും എന്നാണ് ജിഫ്രി തങ്ങൾ പറയുന്നത്. എന്തായാലും ഈ കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസ് അല്ലെങ്കിൽ CICയും സമസ്തയുമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. പക്ഷേ ബേസിക് പ്രശ്നം അതല്ല എന്ന് നമുക്കറിയാം. മൂപ്പിള തർക്കമാണ് അല്ലേ? ആരാണ് വലിയ തങ്ങൾ എന്നുള്ള തർക്കങ്ങളാണോ സാദിഖലി തങ്ങളാണോ? അതെ, ആ തങ്ങൾ ആരാണ് ഏറ്റവും വലിയ തങ്ങൾ എന്നുള്ള തർക്കത്തിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ വ്യക്തിപരമായൊരു ചേരിപ്പോരിൻ്റെയൊക്കെ ഘട്ടത്തിലാണ് സുന്നി പണ്ഡിത സഭ നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ അത് വലിയ നാണക്കേടാണ് സത്യത്തിൽ ഉണ്ടാകുന്നത്. എന്താണ് ഈ റഹീസ് ഇത് സ്ഥിരം ഇതിനെ ഫോളോ ചെയ്യുന്ന ഒരാളാണല്ലോ, എന്താണ് ഈ സമസ്തയ്ക്കകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമുക്ക് പുറമേ കേൾക്കുന്നത് CPM അനുകൂലികളായിട്ടുള്ള സമസ്ത നേതാക്കളും CPM വിരുദ്ധരായിട്ടുള്ള സമസ്ത നേതാക്കളും, അല്ലെങ്കിൽ ലീഗ് വിരുദ്ധരായിട്ടുള്ള സമസ്ത നേതാക്കളും ലീഗ് അനുകൂലികളുമായിട്ടുള്ള സമസ്ത നേതാക്കളും തമ്മിലുള്ള പ്രശ്നമാണ്. അതൊരു വിഭാഗീയമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. എന്താണ് ഈ പണ്ഡിതന്മാർ തമ്മിലുള്ള അടിയുടെ യഥാർത്ഥ പ്രശ്നം? അൻഷാദ്, ഇന്നത്തെ സമസ്ത യോഗത്തിൽ നടന്ന കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാമെന്ന് തോന്നുന്നു. ഈ സമസ്തയിൽ പൊട്ടിത്തെറി, സമസ്തയിൽ വലിയ കലഹം എന്നൊക്കെ മാധ്യമങ്ങളിലൊക്കെ വരുന്നുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ വലിയ സംഭവമാണ് ഇന്നത്തെ യോഗത്തിൽ നടന്നത്. കാരണം സമസ്തയുടെ കേന്ദ്ര മുഷാവറ എന്ന് പറഞ്ഞാൽ CPMന്റെ പോളിറ്റ് ബ്യൂറോ പോലെ ഒരു 40 പേരടങ്ങുന്ന വലിയൊരു ബോഡിയാണ്. അതിലേതാണ്ട് 4-5 പേർ മരിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു 35-36 പേരാണ് ഇപ്പോൾ യോഗത്തിൽ പ്രമുഖരായ മുതിർന്ന പണ്ഡിതരെന്ന് പറഞ്ഞാൽ ഇപ്പം സമുദായത്തിനകത്ത് നോക്കി ആലിമീങ്ങൾ എന്നൊക്കെ പറയും. വളരെ സ്വാത്വികരായ ഉന്നതമായ മത അറിവുള്ള, അതിൽ ഭൗതിക വിദ്യാഭ്യാസവുമുള്ള വലിയ വലിയ ആളുകൾ ഇരിക്കുന്ന ഒരു സമസ്തയുടെ മുഷാവറ യോഗം എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ കാലത്ത് നടക്കുന്നത് മതവുമായി ബന്ധപ്പെട്ട അത്രയും. ആ മുഷാവറ യോഗത്തിൽ വന്നിരിക്കുന്നത് പോലും നാളെ സ്വർഗത്തിൽ പോകാനുള്ള കാരണമായി കാണുന്ന ഒരു കാര്യമാണ്. കാരണം അത്ര മതവുമായി കണക്ട് ചെയ്ത് അത്ര വിശുദ്ധമായ ഒരു യോഗം എന്ന നിലയിലുള്ള ഒരു യോഗമാണ്. ആ യോഗത്തിലാണ് സമസ്തയുടെ പ്രസിഡന്റിനെ അതിൻ്റെ സെക്രട്ടറി ആയ ഒരാൾ ധിക്കരിച്ചിരിക്കുന്നത്. നേതാവിനെ അനുസരിക്കുക, ഇസ്ലാമിൽ അല്ലെങ്കിൽ ഖുർആനിൽ അമീർ എന്നാണ് നേതാവ് പറയാം. നേതാവിനെ അനുസരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കർത്തവ്യമാണ് ഹദീസിലും ഖുർആനിലുമൊക്കെ ഉള്ളത്. അപ്പോൾ സമസ്തയുടെ പ്രസിഡന്റ്, ഇന്ന് നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ, ഇന്ന് സമസ്ത മുഷാവറ യോഗം തുടങ്ങിയ സമയത്ത് തന്നെ പല വിഷയങ്ങളുടെയും അജണ്ട പറഞ്ഞു. ആ അജണ്ടയിൽ സാദിഖലി തങ്ങളെ ലക്ഷ്യം വെച്ച് സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കം നടത്തിയ കാളിയാവാൻ അറിവും പാണ്ഡിത്യവുമില്ലാത്ത ആളുകൾ കാളിയാകുന്നു എന്ന് പറഞ്ഞ് സാദിഖലി തങ്ങളെ ഉന്നം വെച്ച് എടവണ്ണപ്പാറയിൽ നടത്തിയൊരു പ്രസംഗവുമായി ബന്ധപ്പെട്ട കാര്യവും ഇന്നത്തെ അജണ്ടയിലുണ്ടായിരുന്നു. അപ്പം അജണ്ട ചർച്ച ചെയ്യുന്ന ആദ്യം അജണ്ട പറഞ്ഞ സമയത്ത് തന്നെ പ്രസിഡന്റ് ജിഫ്രി തങ്ങൾ പറഞ്ഞു, ഉമർ ഫൈസിയുടെ പ്രസ്താവനയും ഉമർ ഫൈസിക്ക് സമസ്ത കൊടുത്ത കാരണം കാണിക്കൽ നോട്ടീസും അതിന് ഉമർ ഫൈസി നൽകിയ മറുപടിയുമൊക്കെ അടുത്ത ഘട്ടത്തിൽ ചർച്ച ചെയ്യാം, കുറച്ച് സമയം കഴിഞ്ഞ് ചർച്ച ചെയ്യാം. ആ ചർച്ചയുടെ സമയത്ത് ഉമർ ഫൈസി മുക്കം ഈ സദസ്സിൽ നിന്ന് മാറി നിൽക്കണം എന്ന് തുടക്കത്തിൽ പറഞ്ഞു. ആമുഖമായി തന്നെ അദ്ദേഹം പറയുകയും മറ്റ് ചർച്ചകളിലേക്ക് പോവുകയും ചെയ്തു. ഈ ചർച്ച, അതായത് ഈ ഉമർ ഫൈസി മുക്കം ഉയർത്തിയ ആ വലിയ വിമർശനം, ആ വിമർശനം ചർച്ച ചെയ്യുന്ന വേദിയിൽ ഉമർ ഫൈസി വേണ്ട എന്നുള്ള നിലപാട് കാര്യം തുടക്കത്തിൽ തന്നെ ജിഫ്രി തങ്ങൾ പറഞ്ഞു. മറ്റ് ചർച്ചകളിലേക്ക് പോയി ഏതാണ്ട് യോഗം അവസാനിക്കാറായ സമയത്താണ് ലീഗ് അനുകൂല പക്ഷത്ത് നിൽക്കുന്ന ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി കൂരിയാട് ഒന്നുകൂടി ആ വിഷയം ചർച്ച ചെയ്തില്ല, ആ വിഷയത്തിലേക്ക് വരണം എന്ന് അദ്ദേഹം പറയുന്നത്. ഈ സമയത്ത് ജിഫ്രി തങ്ങൾ പറഞ്ഞു, ഉമർ ഫൈസി മുക്കം ഇവിടെ നിന്ന് മാറണം എന്ന് പറഞ്ഞു. പക്ഷേ അതിനോട് പ്രത്യേകിച്ചൊരു ചില മുഷാവറയിലിരുന്ന ആളുകളുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ അതിനോട് ഒരു നിസ്സംഗ മനോഭാവമായിരുന്നു ഉമർ ഫൈസി മുക്കം ആദ്യം എടുത്തത്. ഈ സമയത്ത് ബഹാവുദ്ദീൻ നദ്വി കൂരിയാട് പ്രസിഡന്റ് പറഞ്ഞതല്ലേ ഉമർ ഫൈസി ഇവിടെ നിന്ന് മാറണം എന്ന് പറഞ്ഞപ്പോൾ
പൊട്ടിത്തെറിക്കുകയായിരുന്നു ഉമർ ഫൈസി മുക്കം എന്നാണ് പറഞ്ഞത്. അതായത് നിങ്ങളെപ്പോലുള്ള കള്ളന്മാർ പറയുന്നത് കേൾക്കേണ്ട ആവശ്യം എനിക്കില്ല എന്ന് അദ്ദേഹം പറയുകയും അതുമായി ബന്ധപ്പെട്ട് ഒരു സംഭാഷണം അവർക്കിടയിൽ നടന്നു. ഞാൻ എന്ത് കള്ളത്തരമാണ് കാണിച്ചത് എന്ന് ബഹാവുദ്ദീൻ നദ്വി തിരിച്ചു ചോദിക്കുന്നുണ്ട്. ആ തിരിച്ചു ചോദിക്കുന്ന സമയത്ത് ഉമർ ഫൈസി മുക്കം കുറച്ച് ആദ്യം പറഞ്ഞ വാക്ക് മൈന്യൂട്ടാക്കുന്നു. കള്ളൻ എന്ന് ഉദ്ദേശിച്ചത് കളവ് പറയുന്നു എന്നാണ് എന്ന് പറഞ്ഞു. ഒപ്പം ഉമർ ഫൈസി മുക്കം പറഞ്ഞത് നിങ്ങളെക്കുറിച്ച്, അതായത് ബഹാവുദ്ദീൻ നദ്വിയെക്കുറിച്ച് ചില പരാതികൾ ഉയർന്ന സമയത്ത് അത് മുഷാവറ ചർച്ച ചെയ്തപ്പോൾ നിങ്ങൾ ഇവിടെ ഇരുന്നല്ലോ, നിങ്ങളുടെ കൂടി പ്രസൻസിലാണല്ലോ അന്ന് ആ ചർച്ച നടത്തിയത് എന്ന് ഉമർ ഫൈസി മുക്കം ചോദിക്കുന്നുണ്ട്. അപ്പം ബഹാവുദ്ദീൻ നദ്വിയുടെ മറുപടി, അന്ന് എന്നോട് ഇവിടെ നിന്ന് മാറി നിൽക്കാൻ പ്രസിഡന്റ് പറഞ്ഞിരുന്നില്ല എന്ന മറുപടി നടക്കുന്നു. ഈ സമയത്താണ് ജിഫ്രി തങ്ങൾ പറയുന്നത് കള്ളന്മാർ, ഇവിടെ ഇരിക്കുന്ന കള്ളന്മാർ പറഞ്ഞാൽ, കാരണം ജിഫ്രി തങ്ങളാണ് ഇത് പറയുന്നത്, അപ്പൊ കള്ളന്മാർ പറയുന്നത് കേൾക്കേണ്ട കാര്യം എനിക്കില്ല എന്ന് പറയുമ്പം അത് ജിഫ്രി തങ്ങളെ കൂടി ഉദ്ദേശിച്ചാണ് എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. അങ്ങനെ അദ്ദേഹം ഇറങ്ങിപ്പോയി എന്ന് പറയുന്നത് ഈ സമസ്ത മുഷാവറ യോഗം നടക്കുന്ന സ്ഥലം അറിയാമെങ്കിൽ അറിയാം. പ്രസിഡന്റിന്റെ മുറിക്കകത്ത് നിന്ന് ഈ ഹോളിലേക്ക് ഇറങ്ങാം. അദ്ദേഹം ഇറങ്ങി പുറത്തേക്കല്ല പോയത്, പ്രസിഡന്റിന്റെ ക്യാബിനിലേക്കാണ് പോയത്. അതിനുശേഷം ഉടൻ തന്നെ ഈ സമസ്തയുടെ ഉപാധ്യക്ഷൻ യു എം അബ്ദുറഹ്മാൻ മുസ്ലിയാർ വരികയും അവിടെ സ്വലാത്ത് എന്ന് പറയും, പ്രാർത്ഥന ചൊല്ലി ഈ യോഗം പിരിച്ചുവിടുകയാണ് ചെയ്തത്. അതിനു മുമ്പ് തന്നെ 10 ദിവസം 15 ദിവസത്തിനകം ഈ വിവാദ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകമായ ഒരു മുഷാവറ വിളിച്ച് ചേർക്കാമെന്ന തീരുമാനവും എടുത്തിരുന്നു. ആ തീരുമാനമാണ് പിന്നീട് മാധ്യമങ്ങളോട് വന്ന് ഇദ്ദേഹം പറയുകയും ചെയ്തത്. അതായത് ഈ നമ്മൾ ഈ സമസ്തയിലെ പ്രശ്നങ്ങൾ, ഈ സമസ്തയുമായി ബന്ധപ്പെട്ട മുസ്ലിം രാഷ്ട്രീയം പലപ്പോഴും ദൂരെ നിന്ന് നോക്കി കാണുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ നമ്മൾ പലപ്പോഴും തോന്നുന്നത് സാധാരണഗതിയിൽ തങ്ങൾ പറയുന്നതിനപ്പുറം, അതായത് മുസ്ലിം ലീഗ് അധ്യക്ഷനായിട്ടുള്ള പാണക്കാട് എന്നുള്ള ഏത് തങ്ങളാണോ അദ്ദേഹം പറയുന്നതിനപ്പുറത്തേക്ക് മറ്റൊരു രീതിയിലൊരു സംഭാഷണമോ മറ്റൊരു രീതിയിലൊരു നിലപാടോ പോകുന്നത് കണ്ടിട്ടില്ല. കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഒരു 10 വർഷം മുമ്പ് വരെ എന്ന് തോന്നുന്നു. പക്ഷേ അതിനുശേഷം ഈ ജിഫ്രി തങ്ങളൊക്കെ ഇതിലേക്ക് അദ്ദേഹം അധ്യക്ഷനായി വന്നിട്ട് എത്ര, എനിക്ക് കണക്കറിയത്തില്ല, എത്ര കുറച്ചധികമായി. അപ്പോൾ കോട്ടുമല ബാപ്പു മുസ്ലിയാരുടെ മരണത്തിന് എനിക്ക് തോന്നുന്നു ഈ സാദിഖ് അലി തങ്ങൾ ലീഗ് അധ്യക്ഷനായി വന്നതിന് ശേഷം ഷിഹാബ് തങ്ങൾ കഴിഞ്ഞു, ഹൈദർ അലി തങ്ങൾ, അത് കഴിഞ്ഞ് സാദിഖ് അലി തങ്ങൾ. അപ്പോൾ ഹൈദർ അലി തങ്ങൾ വരെ ഇവർ പറയുന്നതെല്ലാം ഈ ഹൈദർ അലി തങ്ങൾ പറയുന്നത് അംഗീകരിക്കുന്ന രീതിയിലേക്ക് പോകുമായിരുന്നു. പക്ഷേ സാദിഖ് അലി തങ്ങൾ ആണോ പ്രശ്നം? അതായത് സാദിഖ് അലി തങ്ങൾ വന്നതാണോ ഈ ജിഫ്രി തങ്ങൾക്കുള്ള പ്രശ്നം? അതോ എന്താണ് യഥാർത്ഥത്തിൽ ഈ സമസ്തയിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് തങ്ങളാണ് വലുത് എന്നുള്ള ഒരു തർക്കമല്ലേ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള തർക്കം? അതായത് സാദിഖ് അലി തങ്ങളാണ് ജിഫ്രി തങ്ങളുടെ മുമ്പിലെ പ്രശ്നം. പക്ഷെ ആ വ്യക്തിക്കപ്പുറം ഇപ്പം ജിഫ്രി തങ്ങൾ പലപ്പോഴും ലീഗിനെ തള്ളി CPM അനുകൂല നിലപാടൊക്കെ എടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ജിഫ്രി തങ്ങൾ ഒരു കറകളഞ്ഞ കോൺഗ്രസ്സുകാരനാണ് എന്ന് പറയപ്പെടുന്നത്, എനിക്ക് അതിനകത്ത് കൃത്യമായിട്ട് അറിയില്ല. അതായത് പൂക്കോയ തങ്ങൾ ലീഗിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്നു, ഷിഹാബ് തങ്ങൾ വരുന്നു, ഹൈദർ അലി തങ്ങൾ വരുന്നു, സാദിഖ് അലി തങ്ങൾ വരുന്നു. ഈ ഹൈദർ അലി തങ്ങൾ വരെ പ്രശ്നമില്ലായിരുന്നു എന്ന് അൻഷാദ് പറഞ്ഞത് ശരിയാണ്. കാരണം ഈ ഏജിൽ കുറച്ച് മുകളിലാണ് ഇവർ. അതായത് കോട്ടുമല ബാപ്പു മുസ്ലിയാർ ഇരിക്കുന്നു, ഷിഹാബ് തങ്ങൾ ഇരിക്കുന്നു. അങ്ങനെ ഏജിൽ ഏതാണ്ട് ഒപ്പത്തിലൊപ്പമുള്ള ആളുകളോ അല്ലെങ്കിൽ പാണക്കാടുള്ളവർ കുറച്ച് മുതിർന്നവരോ ഒക്കെ ഞാൻ അത് പറഞ്ഞൊരു സംഭവം എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ പാണക്കാട് തങ്ങൾ ആരാണെങ്കിലും അവരെ അംഗീകരിച്ചു പോകുന്ന ഒരു രീതി അല്ലേ, ആ രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ജിഫ്രി തങ്ങൾ വന്നപ്പോഴുള്ള പ്രശ്നം, ജിഫ്രി തങ്ങൾ വളരെ സീനിയറായ, അതായത് സാദിഖ് അലി തങ്ങളെ വെച്ച് നോക്കുമ്പോൾ വളരെ സീനിയർ. ഇപ്പം സമസ്തയുടെ മുൻകാലത്തെ സമസ്തയുടെ പരിപാടികൾ നോക്കിയാൽ അറിയാം, ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ലീഗ് പ്രസിഡന്റും അതിൽ അധ്യക്ഷത വഹിക്കുന്നത് സമസ്തയുടെ പ്രസിഡന്റുമാണ് കാലങ്ങളായി. പക്ഷേ ജിഫ്രി തങ്ങൾ വന്നു, സാദിഖ് അലി തങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിലൊക്കെ മാറ്റം വന്നു. അല്ലെങ്കിൽ ഒരു നോട്ടീസിൽ ആദ്യം പാണക്കാടുള്ളവരുടെ പേരും പിന്നീട് സമസ്ത പ്രസിഡന്റിന്റെ പേരിടുന്ന രീതി മാറി ജിഫ്രി തങ്ങളുടെ പേര് ആദ്യം വരുന്നു, അതിനടിയിലേക്ക് സാദിഖ് അലി. അതായത് സമസ്തയുടെ അധ്യക്ഷന്റെ പേരിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു സ്ഥാനത്തിന് വളരെയധികം മുൻതൂക്കം വരുന്നു അല്ലേ? മുൻതൂക്കം വരുന്നു എന്നതാണ് ഇപ്പം നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ഈ സമയത്ത്. അരീക്കോട് ലീഗ് വിരുദ്ധ ടീമുകൾ നയിക്കുന്ന ഒരു പരിപാടി നടക്കുകയാണ്. ആ പരിപാടിയിൽ ഉമർ ഫൈസി മുക്കം പ്രസംഗിക്കുന്നുണ്ട്. ഞാനിപ്പം ഇതിലേക്ക് കയറുന്നതിന് മുമ്പ് അതിങ്ങനെ കേട്ടിട്ട് വരികയായിരുന്നു. അതിൽ അദ്ദേഹം അതിലും സാദിഖ് അലി തങ്ങളെ
വേണമെങ്കിൽ ഇകഴ്ത്തി എന്ന് ലീഗ് അനുകൂല സമസ്തക്കാർക്ക് പറയാം. അതിൽ അദ്ദേഹം പറയുന്നത് ഇവിടെ ചില മാധ്യമങ്ങൾ പറയുന്നു ലീഗ് അനുകൂല സമസ്ത ലീഗ് വിരുദ്ധ സമസ്ത, അങ്ങനെ ഒരു സമസ്തയുണ്ടോ? അത് എനിക്കിപ്പോൾ ഹമീദ് ഫൈസി അമ്പലക്കടവ് സ്റ്റേജിലുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഹമീദ് ഫൈസി അമ്പലക്കടവ് ലീഗ് വിരുദ്ധ സംസ്ഥയുടെ ആളാണെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. ഹമീദ് ഫൈസി അമ്പലക്കടവിന് ലീഗിന്റെ മെമ്പർഷിപ്പ് ഉണ്ട്. ഉമർ ഫൈസി പ്രസംഗിക്കാണ് ലീഗിന്റെ മെമ്പർഷിപ്പ് ഉണ്ട്. എൻ്റെ നാട്ടിൽ ചന്ദ്രിക വരുത്തുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ, അവിടെ ലീഗുകാർ വരുത്തുന്ന പോലും മാധ്യമമാണ് എന്ന് പറഞ്ഞു പോയിട്ട് ഒരു കാലത്ത് ചന്ദ്രികയിലെ ഒരു പേജ് എനിക്ക് വേണ്ടി മാറ്റി വെച്ചിരുന്നു. അന്ന് കാന്തപുരം വിഭാഗത്തിനെതിരെ കാന്തപുരം ലീഗിനെതിരെ ഉന്നയിക്കുന്ന ആക്രമണത്തിന് മറുതന്ത്രം ഒരുക്കുകയായിരുന്നു താനെന്നാണ് അദ്ദേഹം പറയുന്നത്. ആ സമയത്ത് പളുങ്ക് പോലത്തെ ശിഹാബ് തങ്ങളായിരുന്നു ലീഗിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ സമയത്ത് പളുങ്ക് പോലത്തെ ആളായിരുന്നു. അന്നത്തെ പൂക്കാത്തങ്ങളുടെ കാര്യവും പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം അതിന് പറയുന്നുണ്ട് പട്ടിക്കാട് ഞാൻ പഠിക്കുന്ന സമയത്ത് ബാഫക്കി തങ്ങളായിരുന്നു ആ കോളേജിന്റെ പ്രസിഡന്റ്, പൂക്കോയ തങ്ങളായിരുന്നു സെക്രട്ടറി. ആ കാലത്തൊക്കെ നല്ല രീതിയിലായിരുന്നു പാണക്കാട്, ഇപ്പോഴങ്ങനെയൊന്നും അല്ല പോക്ക് എന്നാണ് ഉമർ ഫൈസി മുക്കം പറഞ്ഞു വെക്കുന്നത്. ഇതിനകത്ത് ഉമർ ഫൈസി മുക്കത്തെ സംബന്ധിച്ച് കൃത്യമായ ലീഗ് വിരുദ്ധ നിലപാട് അടുത്ത കാലമായി പല ഘട്ടത്തിൽ എടുത്തിട്ടുണ്ട്. ലീഗുകാർ പറയുന്നത് സമസ്തയിലെ സഖാവാണ് ഉമർ ഫൈസി മുക്കം എന്ന തരത്തിലുമാണ്. ഈ ജിഫ്രി തങ്ങൾ ഈ ഉമർ ഫൈസി ഒരു കൂട്ടുകെട്ടുണ്ടായിരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അത് പൊട്ടിയ അവസ്ഥയിലാണോ? എന്താണ് ഇപ്പം ഈ ഉമർ ഫൈസി ജിഫ്രി തങ്ങളെ ധിക്കരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ കള്ളൻ എന്ന് വിളിക്കുന്നത് അദ്ദേഹത്തെ കൂടി ഉദ്ദേശിച്ച് വിളിക്കുമ്പോൾ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതാണ് അൻഷാദ്, ഇന്നത്തെ മുഷാവറയിൽ നടന്ന കാര്യങ്ങൾ നമ്മൾ കുറെ കാലമായി സമസ്തയിലെ ഓരോ കാര്യങ്ങളും നിരീക്ഷിക്കുന്ന ആളെന്ന നിലയിൽ പെട്ടെന്ന് നമ്മൾ ഞെട്ടിപ്പോയി. സമവാക്യത്തിൽ എന്തോ ഒരു വ്യത്യാസം വരുന്നത് പോലെ ഉമർ ഫൈസി മുക്കത്തെ എല്ലാ കാലത്തും സംരക്ഷിച്ചിരുന്ന ആളാണ് ജിഫ്രി തങ്ങൾ. കൊണ്ട് നടന്നത് നീയെ ചാപ്പ എന്ന് പറഞ്ഞ രീതിയിലാണ് കാര്യങ്ങൾ. പക്ഷെ പെട്ടെന്ന് എനിക്ക് തോന്നുന്നു ഷോർട്ട് ടെമ്പേർഡ് ആയിട്ട്, അതായത് ജിഫ്രി തങ്ങൾ ഉമർ ഫൈസി മുക്കത്തോട് ആ വേദിയിൽ നിന്ന് മാറി നിൽക്കാൻ പറയുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരിക്കില്ല ഉമർ ഫൈസി മുക്കം. അങ്ങനെ ഒരു കമാൻഡ് അധ്യക്ഷന്റെ ചെയറിൽ നിന്ന് വരികയും അതിനോട് എല്ലാ കാലത്തും അടിയാണ് ഇവർ. ലീഗ് അനുകൂല പക്ഷത്തെ ഒന്നാമനാണ് ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി കുര്യാട്, ലീഗ് വിരുദ്ധ പക്ഷത്തെ ഒന്നാമനാണ് ഉമർ ഫൈസി മുക്കം. അപ്പം അതിൽ ഉമർ ഫൈസി മുക്കത്തെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ബഹാവുദ്ദീൻ നദ്വിയുടെ കമന്റ് കൂടി വന്നപ്പോൾ അദ്ദേഹത്തിന്റെ സകല നിയന്ത്രണങ്ങളും പോയിട്ട് പറഞ്ഞതായിരിക്കും കള്ളൻ വാക്കെന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിന്റെ കൂടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, അല്പസമയം മുമ്പ് സമസ്തയുടെ ഔദ്യോഗിക വാർത്താക്കുറിപ്പ് വന്നിട്ടുണ്ട്. അതിൽ ഇങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഈ ജിഫ്രി തങ്ങൾ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് CIC, അതായത് കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജ് ആയിട്ട് സമസ്തയ്ക്ക് ബന്ധമില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. അപ്പം നമ്മൾ ഈ അടുത്ത കാലത്ത് സമസ്തയുമായി ബന്ധപ്പെട്ട് കണ്ട ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് ഈ ഹക്കീം ഫൈസി ആദർശേരിയെ വീണ്ടും ജനറൽ സെക്രട്ടറി ആയിട്ട്, അതായത് സമസ്തയിൽ നിന്നും മാറ്റി നിർത്തിയ ഒരാളെ വീണ്ടും ജനറൽ സെക്രട്ടറി ആയിട്ട് ഈ CICയിലേക്ക് വരുന്നു. ഒപ്പം സാദിഖ് അലി തങ്ങൾ പ്രസിഡൻ്റായിട്ടും വരുന്നു. അതായത് സമസ്തയെ കവച്ചു വെച്ചുകൊണ്ട്, സമസ്തയെ ധിക്കരിച്ചുകൊണ്ട് ആദർശേരി വീണ്ടും ജനറൽ സെക്രട്ടറി ആവുന്ന ഒരു സമസ്ത അതിനെ വിശേഷിപ്പിച്ചത് വിഭാഗീയ പ്രവർത്തനം എന്നുള്ള നിലയിലാണ്. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ നമുക്ക് ഈ ഒരു മുഷാവറയായിട്ട് ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാവുന്ന. ഇതിനകത്ത് രസം എന്ന് വെച്ചാൽ ഇന്ന് CICയുമായിട്ട് ഒരു ബന്ധവുമില്ല സമസ്തയ്ക്കെന്ന് ജിഫ്രി തങ്ങൾ പറയുന്നത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു പരിഹാസം തോന്നി. ഈ മെസ്സി വിരമിക്കുന്നത് പോലെയാ, മെസ്സി ഈ വർഷവും വിരമിക്കുമെന്ന് പറയും, അടുത്ത വർഷം വീണ്ടും വരുന്നത് പോലെ സമസ്തയുമായി നിലവിൽ CICക്ക് ഒരു ബന്ധവും ഇല്ല എന്ന് ജിഫ്രി തങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലായി. അങ്ങനെ ഉണ്ടല്ലോ. അല്ലാതെ ഈ അടുത്ത കാലത്ത് സമസ്തയും CICയുടെ ഒരു പരിപാടിയിലും സമസ്തയുടെ ഭാരവാഹികൾ ആരും പങ്കെടുക്കുന്നില്ല. പാണക്കാട് നിന്നുള്ളവരും ലീഗ് അനുകൂല നേതാക്കൾ മാത്രമാണ് പങ്കെടുക്കുന്നത്. ഈ CICക്ക് ബദലായി SNEC എന്ന് പറഞ്ഞ ഒരു സിലബസ് കൊണ്ടുവന്ന് അതിൽ ആളുകളെ ചേർത്ത് CICയിലേക്ക് ആരെയും വിടരുത് എന്ന് ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ജിഫ്രി തങ്ങളടക്കമുള്ള സമസ്തയുടെ നേതാക്കൾ. എന്നിട്ട് അതായത് നിലവിൽ സമസ്തയും CICയും തമ്മിൽ ഒരു ബന്ധമില്ല, ഒരു തരത്തിലും ബന്ധമില്ല. പ്രശ്നം തീർക്കാൻ നിയോഗിച്ച സമിതിയുടെ 9 ഇന തീരുമാനങ്ങൾ CIC നടപ്പാക്കില്ല എന്നും ജിഫ്രി തങ്ങൾ എടുത്തു പറയുന്നുണ്ട്. ഒപ്പം ഈ വിഭാഗീയ പ്രവർത്തനം, അതുകൊണ്ട് CICയുമായിട്ടൊരു ബന്ധം വേണ്ട എന്നുള്ള രീതിയിൽ
ആണ് ജിഫ്രി തങ്ങൾ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ഈ ലീഗ് അനുകൂല വിഭാഗം ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ എനിക്ക് വളരെ പ്രധാനപ്പെട്ടതായിട്ട് തോന്നി. അതായത് ഒന്ന്, ഈ ഉമർ ഫൈസി മുക്കത്തിനെതിരെ നടപടി വേണം, അത് സ്വാഭാവികമാണ്. രണ്ടാമത്തത്, സുപ്രഭാതം പത്രത്തിൻ്റെ CPM അനുകൂല നിലപാട് തിരുത്തണം. അപ്പോൾ സരിനുമായി ബന്ധപ്പെട്ട് വന്ന പരസ്യം, അതായത് സന്ദീപ് വാര്യറിനെ മുൻനിർത്തി വന്ന പരസ്യവുമായി ബന്ധപ്പെട്ട് സുപ്രഭാതത്തിൽ വലിയ രീതിയിലുള്ള കോലാഹലമുണ്ടായ ഒരു സാഹചര്യമുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ സമസ്തയിൽ തന്നെ ഉള്ള ഒരു വിഭാഗം ഇങ്ങനെ ഒരു ആവശ്യം, നേരത്തെ തന്നെ ഉള്ള ആവശ്യമാണ്, അത് മുഷാവറയിൽ തന്നെ ഉന്നയിച്ച് മുന്നോട്ട് പോകുന്ന രീതിയിലേക്ക്, അതായത് ലീഗ് അനുകൂല വിഭാഗം മുഷാവറയിൽ ഈ വിഷയം ഉന്നയിക്കുന്നു. മാത്രമല്ല ഈ പ്രശ്നം പരിഹരിക്കാൻ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2 ദിവസം മുമ്പ് മലപ്പുറത്ത് യോഗം വിളിച്ചിട്ട് ലീഗ് വിരുദ്ധ വിഭാഗം വന്നില്ല. അപ്പോൾ ഇനിയുള്ള മുഷാവറയിൽ ഇവർ വരും, അല്ലെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് റഹീസിന് തോന്നുന്നുണ്ടോ? ഇനിയുള്ള മുഷാവറയിലല്ല, അടുത്ത യോഗത്തിൽ. മുഷാവറയിൽ ഇവരാരുമില്ല, അതായത് ലീഗ് വിരുദ്ധ പക്ഷത്തിന്റെ നേതൃത്വം. ഇപ്പൊ സുപ്രഭാതത്തിന്റെ കാര്യം പറഞ്ഞാൽ, സുപ്രഭാത പത്രത്തിന്റെ എനിക്ക് CEO ആണെന്ന് തോന്നുന്നു മുസ്തഫ മുണ്ടുപാറ മാഷ്. അപ്പോൾ ഹമീദ് ഫൈസി അമ്പലക്കടവ് അതിന്റെ പ്രധാനപ്പെട്ട പോസ്റ്റിലുണ്ട്. സത്താർ പന്തല്ലൂർ എനിക്ക് തോന്നുന്നു ഈ അടുത്തായി റെസിഡന്റ് എഡിറ്റർ എന്ന പോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. ഇവരൊക്കെ ലീഗ് വിരുദ്ധ പക്ഷത്തിന്റെ നേതൃത്വം വഹിക്കുന്നവരാണ്. അതായത് സുപ്രഭാതം, സമസ്തയുടെ സുപ്രഭാതം പത്രം ലീഗ് വിരുദ്ധ നിലപാടെടുക്കുന്നവരുടെ കയ്യിലാണ്. അതുകൊണ്ടാണ് UDF-നെതിരായ പരസ്യം, ആ രീതിയിലുള്ള പരസ്യം, വെറും പരസ്യമല്ല, ആ രീതിയിലുള്ള ഒരു വർഗീയ ചുവയുള്ള പരസ്യം സുപ്രഭാതം പോലുള്ള പത്രത്തിൽ വന്നു. അപ്പം അവർക്കെതിരെ ഒരു നടപടി എടുക്കണം എന്നത് ഇവരുടെ ആവശ്യമാണ്. അപ്പോൾ ഉമർ ഫൈസി മുക്കത്തിനെതിരെ നടപടി. പക്ഷെ അപ്പം ലീഗ് വിരുദ്ധ നിലപാടെടുക്കുന്നവർക്ക് പറയാൻ കാരണമുണ്ട്. KM ഷാജി സമസ്ത നേതാക്കളെ ആക്ഷേപിക്കുന്നു. PMA സലാം അതിരൂക്ഷമായ ഭാഷയിൽ സമാന്തര വേദി ഉണ്ടാക്കി, സമസ്ത ആദർശ സംരക്ഷണ സമിതി അല്ലേ എന്ന ഒരു പേരിൽ ലീഗ് വിരുദ്ധ പക്ഷത്തെ, ഇപ്പോൾ അബ്ദുൽ സമദ് പൂക്കൂട്ടൂരും സലീം എടക്കരയും ഒക്കെ ചേരുന്ന ഒരു ടീം മറ്റൊരു ബദൽ ടീം രൂപീകരിക്കുന്നു. അപ്പോൾ സമസ്തയ്ക്കകത്ത് നിന്നിട്ട് അതിൻ്റെ പോഷക സംഘടന ഭാരവാഹികൾ മറ്റൊരു കൂട്ടായ്മ രൂപീകരിക്കുമ്പോൾ അവർക്കെതിരെ നടപടി വേണമെന്ന വളരെ ന്യായമായ ഒരു ആവശ്യം ഇവർ ഉന്നയിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്നതിനിടയിൽ ലീഗ് പക്ഷത്തുള്ളവർക്ക് ലീഗ് വിരുദ്ധ പക്ഷത്തെ ഉമർ ഫൈസി മുക്കത്തെ അടിക്കാനുള്ള ഒരു വടിയാണ് ഇന്ന് ഉമർ ഫൈസി മുക്കം ഇട്ടുകൊടുത്തത്. കാരണം ഇതുവരെ ആ ഒരു പക്ഷത്തിന് അനുകൂലമായ നിലപാട് പ്രത്യക്ഷത്തിലെടുത്തിരുന്നു ജിഫ്രി തങ്ങൾ. ഈ അടുത്ത കാലമായി ജിഫ്രി തങ്ങൾ തൻ്റെ സ്വന്തം കസേരയ്ക്ക് തന്നെ ഇളക്കം തട്ടും എന്നൊരവസ്ഥ വന്നപ്പോഴും താൻ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്ത് സമസ്തയ്ക്കകത്തൊരു പിളർപ്പുണ്ടാകരുത് എന്നൊരു തിരിച്ചറിവുണ്ടായതുകൊണ്ടും ഒരു വിഭാഗത്തെ കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു നിലപാടിൽ നിന്ന് ജിഫ്രി തങ്ങൾ ഈ അടുത്തിടെയാണ് മാറിയത്. അത് ലീഗ് വിരുദ്ധ പക്ഷത്തിന് ഏറ്റവും ഒരു അടിയായിരുന്നു. ഒപ്പം അവരുടെ നായകനായ ഉമർ ഫൈസി മുക്കം ഇന്ന് ജിഫ്രി തങ്ങൾക്കെതിരെ പറഞ്ഞത്, ആ ജിഫ്രി തങ്ങൾ അതൊരു വലിയ പ്രശ്നമായി കൂടി എടുക്കുകയാണെങ്കിൽ ഉമർ ഫൈസി മുക്കത്തിന്റെ പോക്ക് മുഷാവറയിൽ നിന്ന് പുറത്തേക്കായിരിക്കും എന്ന് കരുതേണ്ടി വരും. എന്തായാലും ഈ പണ്ഡിതന്മാർ തമ്മിലുള്ള ഒരു അടിയുണ്ടല്ലോ, അത് വളരെ കൗതുകകരമായിട്ട് തോന്നുന്നു. നേരത്തെ റഹീസ് നമ്മുടെ ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു യോഗത്തിലാണ് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യോഗത്തിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അതായത് കള്ളൻ എന്ന് വിളിക്കുന്നു, കള്ളൻ നീയല്ല, നിങ്ങൾ പറഞ്ഞ കള്ളത്തരമാണെന്ന് പറയുന്നു. അത് ഇപ്പോൾ ജിഫ്രി തങ്ങളിനെ പോലെ ഇത്രയും മുതിർന്ന ഒരു പണ്ഡിതനെ തന്നെ അപമാനിക്കുന്ന രീതിയിലേക്ക് ഒരു സംഭാഷണം. ഇതിന് മുമ്പ് ഏതാണ്ട് ഒരു 10 മാസം മുമ്പ് നടന്ന ഒരു മുഷാവറയിൽ MD അബ്ദുള്ള മുസ്ലിയാർ എന്ന ജിഫ്രി തങ്ങളുടെയൊക്കെ ഉസ്താദായ, അദ്ദേഹത്തിൻ്റെയൊക്കെ ഉസ്താദായ പണ്ഡിതന്റെ തൊപ്പി തലപ്പാവ് തെറിച്ചു പോകുന്ന തരത്തിലുള്ള ഒരു സംഭവവും മുഷാവറയിൽ ഉണ്ടായി എന്ന് പറയപ്പെടുന്നുണ്ട്. അതും ഇവരിപ്പോൾ നിഷേധിക്കുക. മുഷാവറ എന്ന് പറയുന്നത് ഒരു അടി ഉണ്ടാവുന്ന ഒരു സ്ഥലമായിട്ട്, അല്ലെങ്കിൽ ഒരു തർക്കം ഉണ്ടാവുന്ന, പണ്ഡിതർ തമ്മിൽ വളരെ സാത്വികരായിട്ടുള്ള പണ്ഡിതർ എന്ന് നമ്മൾ വിചാരിക്കുന്ന ആൾക്കാർ തമ്മിലുണ്ടാകുന്ന വലിയ വാഗ്വാദങ്ങളുടെ വേദിയായി. ഇവരെങ്ങനെയായിരിക്കും ഈ അടി ഉണ്ടാക്കുക? ഇപ്പം നമ്മളിപ്പോൾ രണ്ട് രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഒരു ക്ലബ്ബ് കൂട്ടായ്മയിൽ അടി ഉണ്ടാകുമ്പോൾ അങ്ങനെ ആയിരിക്കുമല്ലോ അടി ഉണ്ടാവുക. ഇവരെങ്ങനെയായിരിക്കും ഈ ഖുർആനും ഹദീസും നബിവചനവും ഒക്കെ? കാരണം ഇവർ അതിൽ ജീവിക്കുന്നവരാണ്, പണ്ഡിതരാണ്. എങ്ങനെയായിരിക്കും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാന്നൊക്കെ അറിയാൻ എന്തായാലും ഇതിപ്പോ ഒരു വെടിനിർത്തൽ അടുത്ത മുഷാവറയിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? ഒരു വെടിനിർത്തൽ ഉണ്ടാകാൻ, അതായത് ഇതിനൊരു സൊല്യൂഷൻ വേണമല്ലോ.
ഇതിൻ്റെ ഒരു സൊല്യൂഷൻ മുന്നോട്ട് വയ്ക്കാൻ പറ്റിയ ഒരു രീതിയിലുള്ള ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ? അതായത് പൊന്നാനി ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്ന സമയത്ത് ലീഗും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരു സ്റ്റാൻഡ് എടുത്തു. ഇനി കാരണം അവിടെ വലിയ വിജയമുണ്ടായി, ഇനി ഇവരുമായി ഒരു ഒത്തുതീർപ്പിനുമില്ല എന്നൊരു സ്റ്റാൻഡ് സാദിഖ് അലി തങ്ങൾ എടുക്കുന്നുണ്ട്. ആ കുഞ്ഞാലിക്കുട്ടി പലപ്പോഴും ഒത്തുതീർപ്പിന് ശ്രമം നടത്തിയപ്പോഴും സാദിഖ് അലി തങ്ങൾ അത് വേണ്ട എന്ന സ്റ്റാൻഡിലായിരുന്നു. ഒപ്പം തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ വലിയ വിജയമുണ്ടായതിനു ശേഷം ലീഗ് വിരുദ്ധപക്ഷം ഞാൻ മനസ്സിലാക്കുന്നത് പല ആളുകളുമായി ബന്ധപ്പെട്ട് സാദിഖ് അലി തങ്ങളുടെ മുമ്പിലേക്ക് പോയി ഒത്തുതീർപ്പിനുള്ള ഒരു ശ്രമം. വ്യക്തിപരമായി പറഞ്ഞാൽ പാണക്കാട് കുടുംബവുമായി അടുത്ത ബന്ധമുള്ള എനിക്ക് വ്യക്തിപരമായ പരിചയമുള്ള ഒരാളോട് ഈ ലീഗ് വിരുദ്ധപക്ഷത്തെ ഒരു നേതാവ് നിരന്തരം പിറകെ നടന്നിരുന്നു. ആ വ്യക്തി എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതെങ്ങനെയെങ്കിലും തീർത്തു തരാം. പക്ഷേ ഈ എൻ്റെ സുഹൃത്തായ ആൾക്ക് പാണക്കാട് തങ്ങളുടെ മുമ്പിലേക്ക് ഇത് പറഞ്ഞു പോകാൻ പേടിയാ. കാരണം അത് പറഞ്ഞ് അദ്ദേഹം പിണങ്ങുമോ അല്ലെങ്കിൽ അദ്ദേഹം ശകാരിക്കുമോ എന്ന പേടി കാരണം ഇദ്ദേഹം പോയിട്ടില്ല. ഞാൻ പറഞ്ഞ ആൾ പോയിട്ടില്ല. അങ്ങനെ പലവട്ടം നോക്കി അവരുമായി ഒരു ഒത്തുതീർപ്പ് വേണ്ട എന്ന തീരുമാനമെടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് സമസ്ത പുറത്താക്കിയ ഹക്കീം ഫൈസി ആദർശേരിയെ CIC ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരികെ കൊണ്ടുവരാൻ ലീഗും സാദിഖ് അലി തങ്ങളും തീരുമാനിക്കുകയും അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരികയും ചെയ്യുക. അത് സമസ്തയെ സംബന്ധിച്ച് ഭയങ്കര തിരിച്ചടിയാണ് ഉണ്ടായത്. പക്ഷെ എന്നിട്ടും അവരെ ഹക്കീം ഉസ്താദിനെ തിരിച്ചു കൊണ്ടുവരുന്നത് കൊണ്ട് വലിയ ഭൂകമ്പം സമസ്തയ്ക്കകത്ത് ഉണ്ടാകും എന്നറിഞ്ഞിട്ടും സാദിഖ് അലി തങ്ങൾ കൊണ്ടുവന്നത് അതൊരു സന്ദേശമാണ്, ഞങ്ങളുടെ സ്റ്റാൻഡിന് ഇതായിരിക്കുമെന്നാണ്. അതിനുശേഷം ഖാലി ഫൗണ്ടേഷൻ, പാണക്കാട് ഖാലി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ് ഒരു കൂട്ടായ്മ സാദിഖ് അലി തങ്ങൾ കൊണ്ടുവന്നു. അതും സമസ്തയെ ഏതെങ്കിലും തരത്തിൽ സമസ്തയുമായി അടി ഉണ്ടാവുകയാണെങ്കിൽ മഹല്ലുകൾ, അതായത് പള്ളികൾ, ആ പള്ളികൾ കേന്ദ്രീകരിച്ച് കിടക്കുന്ന മദ്രസകൾ, അതിൻ്റെ ഒക്കെ അണ്ടറിലേക്ക് ഈ ഖാലി ഫൗണ്ടേഷൻ്റെ അണ്ടറിലേക്ക് അതിനെയൊക്കെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തി. ഏറ്റവും അവസാനം ഇതൊരു പിളർപ്പിലേക്ക് പോവുകയാണെങ്കിൽ 1989 കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പിളർത്തി പുറത്തേക്ക് പോയപ്പോൾ മദ്രസകളും പള്ളികളും അന്ന് പത്രവും ഒക്കെ അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ലീഗിൻ്റെ ശക്തി, കായിക ബലം കൂടി, ലീഗ് എന്ന പാർട്ടിയുടെ ശക്തി കൂടി ഉപയോഗിച്ചിട്ടാണ് ഇന്ന് കാണുന്ന ഈ സമസ്തയെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്. ഇനി അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ മദ്രസകളും പള്ളികളും ഒന്നും പോകരുത് എന്ന് തീരുമാനിച്ചിട്ടാണ് ഇപ്പുറത്ത് അവർ ഒരു കൂട്ടായ്മ രൂപീകരിക്കുകയും 1-2 സമ്മേളനം നടത്തുകയും അടുത്ത ജില്ലാ സമ്മേളനങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്ന അധികാര വടംവലിയും കൂടിയാണല്ലേ, അധികാര വടംവലിയാണ്. അപ്പോൾ ലീഗ് ഇങ്ങനെ കർശനമായ ഒരു നിലപാടുമായി മുന്നോട്ട് പോകുന്നു. ഒപ്പം സമസ്തയിൽ വലിയ തർക്കങ്ങൾ നടക്കുന്നു. ഉമർ ഫൈസി ഈ സമസ്തയുടെ മുഷാവറയിൽ നിന്ന് പുറത്തേക്ക് പോകുമോ, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വരികയാണ്. ഒപ്പം ജിഫ്രി തങ്ങൾ എടുക്കുന്ന നിലപാട്, ഇക്കാര്യത്തിലെല്ലാം അടുത്ത മുഷാവറയിൽ ജിഫ്രി തങ്ങൾ എടുക്കുന്ന നിലപാട് എന്തായിരിക്കും? സമസ്തയിൽ വെടിനിർത്തൽ സാധ്യമാകുമോ? ഒരു ലീഗ് അനുകൂലികൾക്ക് മേധാവിത്വം സമസ്തയിൽ കിട്ടുമോ എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ മുന്നോട്ട് വരുന്നതാണ് ഇന്നത്തെ മുഷാവറയോ.